എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിപിക്സ്. നമ്മൾ വിചാരിക്കുന്നതിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് അവൽ വിളയിച്ചത്. ഇത് നമ്മൾ ഒരു തവണ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള സ്നാക്ക് ഇത് മതിയാവും. കാരണം ഒരാഴ്ചയൊക്കെ കേടുകൂടാതെ ഇത് പുറത്തിരുന്നോളും. അതുപോലെ തന്നെ നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും കൂടുതൽ ദിവസങ്ങൾ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രവാസികൾക്കും ട്രാവൽ ചെയ്ത് പോകുന്നവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു അടിപൊളി നൊസ്റ്റ് കേരള സ്നാക്കാണ് നമ്മുടെ സ്വന്തം അവൽ വിളയിച്ചത്. അപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഈസി ആയിട്ട് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. ഒരു ഉണ്ട ശർക്കരയായിരുന്നു. ഇതുപോലെ ഒന്ന് ഇടിച്ച് പൊട്ടിച്ച് നമ്മൾ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 1/2 കപ്പ് മാത്രം വെള്ളം ഒഴിച്ച് നമുക്ക് ലോ ഫ്ലെയിമിലൊന്ന് ഇത് ഉരുകാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതവിടെ ഇരുന്ന് ഉരുകുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. ഇടയ്ക്ക് മാത്രം വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കൊരു ഉരുളിയിലോ ഇതുപോലത്തെ ഒരു കടായിലേക്കോ നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം അണ്ടിപ്പരിപ്പും കടലയും ഒക്കെ ഒന്ന് വറുത്തെടുക്കണം. പൊട്ടുകടല ഇപ്പോൾ ഒരു 1/4 കപ്പ് പൊട്ടുകടലയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് തന്നെ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാഷ്യൂ നട്ട്സിന് പകരം നിങ്ങൾക്ക് കപ്പലണ്ടി ചേർത്താലും മതിയാകും. അപ്പോൾ അതാ നമ്മുടെ ശർക്കര ഇവിടെ നിന്ന് ഉരുകുന്നുണ്ട്. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിതൊന്ന് മൂപ്പിച്ചെടുക്കുന്നത്. ഒരുപാട് നേരം ഇട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ചെറുതായിട്ട് കളറൊന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം. കറുത്ത എള്ളാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. എള്ള് ചേർത്ത് കുറച്ച് സെക്കൻഡ്സ് മാത്രം ഒന്ന് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇത് കോരി മാറ്റാവുന്നതാണ്. ഈ സമയം കൊണ്ട് നമ്മുടെ ശർക്കരയൊക്കെ ഇവിടെ നല്ല ഉരുകി വന്നിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഒരു 2-3 മിനിറ്റ് അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇമ്പ്യൂരിറ്റീസൊക്കെ താഴേക്കൊന്ന് സെറ്റിലായി കിട്ടും. ആ സമയം കൊണ്ട് നമുക്ക് നേരത്തെ എടുത്ത പാത്രത്തിലേക്ക് 3 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 3 കപ്പ് നിറച്ച് തേങ്ങ നമ്മൾ ചേർത്ത് കൊടുത്ത് 2-3 മിനിറ്റ് ഇതുപോലെ ഇതൊന്ന് വറുത്തെടുക്കാം. അതിൻ്റെ ഒരു വെള്ളമായി ഒന്ന് മാറി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നാൾ കേടുകൂടാതിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിതുപോലെ ഇതിലേക്ക് നേരത്തെ ഉരുക്കി വെച്ച ശർക്കര ഒരു അരിപ്പയിൽ കൂടി അരിച്ച് ചേർത്ത് കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ മണ്ണും കല്ലും ഒക്കെ കാണുന്നതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങ് വെള്ളം ഒഴിച്ചിട്ടൊന്നും അല്ല ഇത് ഉരുക്കി എടുത്തിരിക്കുന്നത്. ശർക്കര ചേർത്ത് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ ശർക്കര കുറച്ചൊന്ന് കുറുകി വരും. ആ ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ തേങ്ങയൊക്കെ ശർക്കര പിടിച്ച് നല്ല കോട്ടായി കിട്ടണം. അപ്പോൾ നമ്മുടെ ശർക്കരയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് അവൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവൽ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിർബന്ധമില്ല. അപ്പോൾ നേരത്തെ എടുത്ത അതേ കപ്പിന് തന്നെ നമ്മൾ 3 കപ്പ് അവലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ പൊട്ടുകടലയൊക്കെ എടുക്കുന്നത് 1/4 കപ്പ് 1/4 കപ്പിൻ്റെ അളവിനാണ്. ഇതെന്ന് പറയുന്നത് 1 കപ്പിന് 3 കപ്പ് നമ്മൾ അവൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏതാണ്ട് നമ്മുടെ 1/2 കിലോ അവലിൻ്റെ പകുതിയിൽ കൂടുതൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മുടെ അവലൊക്കെ നല്ലപോലെ ഒന്ന് കോട്ടായി കിട്ടണം. ഈ സമയത്ത് നമുക്കൊരു ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചിലരിതിൽ ചുക്ക് പൊടിച്ചതും ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഏലക്കയും ചുക്കും കുറച്ച് പഞ്ചസാരയും ഒരുമിച്ചിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്താലും മതിയാകും. ഞാനിപ്പോൾ എന്തായാലും ചുക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അവൽ ചേർത്ത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. നല്ലപോലെ എല്ലാം ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും പൊട്ടുകടലയും എള്ളും ഒക്കെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് തോർത്തിയെടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല അടിപൊളി അവൽ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഡ്രൈ ആയി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയ റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.